കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ, കിങ്കണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാ. കിമൃണന്മാർക്ക് നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. നമസ്കാരം. പ്രഭാത കേളിയിലേക്ക് എല്ലാ പുണ്യാത്മാക്കൾക്കും സ്വാഗതം. ഇന്ന് രാമായണത്തിലെ 4 വരി ആണ് ചിന്തിക്കാമെന്ന് കരുതിയത്. ശ്രീ പാർവതീദേവി ശ്രീ പരമേശ്വരനോട് ചോദിക്കുന്ന വിധത്തിൽ ഉമാ മഹേശ്വര സംവാദമായിട്ടാണ് ആദ്യമായിട്ട് രാമായണം നമുക്ക് നിലവിൽ വരുന്നത്. ഈ വീട്ടിലൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഗൃഹത്തിൽ എപ്പോഴും സത്സംഗമാണ് ഉണ്ടാവേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് പാർവതി പരമേശ്വരന്മാരുടെ ചരിത്രത്തിൽ കൂടി ഉദാഹരണം. അപ്പോൾ രാവണവധം കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തിയതായ സമയത്ത് ഹനുമാൻ ആണ് സീതാദേവിയെ വീണ്ടെടുക്കാൻ എല്ലാ വിധത്തിലും സഹായിച്ചത്, അതിന് കാരണമായിട്ട് തീർന്നത്. മാത്രമല്ല ഹനുമാന് ആത്മജ്ഞാനത്തിന് അർഹതയുണ്ട്. ആത്മജ്ഞാനവും ആത്മീയവും എപ്പോഴും അതിന് ആഗ്രഹമുള്ളവർക്കേ കൊടുക്കാവൂ എന്നാണ്. എല്ലാ ചോദ്യോത്തരങ്ങളും ചോദിച്ചിട്ടാണ് ഉത്തരം പറയണത്, അല്ലാണ്ട് ഒരു കാര്യവും അർഹതയില്ലാത്തവർക്ക് അങ്ങോട്ട് കയറി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഭാഗവതത്തിലും അതെ. അപ്പം രാമൻ പറഞ്ഞു, ഈ ഹനുമാൻ എല്ലാ വിധത്തിലും ആത്മജ്ഞാനത്തിന് അർഹനായതുകൊണ്ട് എൻ്റെ തത്വങ്ങൾ നീ പറഞ്ഞ് അറിയിക്കണം ഇവനോട്. എന്തിനപ്പോൾ ഹനുമാന് ഈ കഥകൾ പറഞ്ഞറിയിക്കണം? നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഈ സംവാദങ്ങളൊക്കെ കൊണ്ടുവരണത്. ഒരു ഉദ്ധവന് വേണ്ടിയിട്ടോ ഒരു അർജുനന് വേണ്ടിയിട്ടോ അല്ല ഉദ്ധവോപദേശവും അർജുനോപദേശവും കപിലോപദേശവും ഒക്കെ ലോകത്തിനറിയാൻ. അതിന് ചില ചോദ്യോത്തരങ്ങൾ അത്രയേ ഉള്ളൂ. അങ്ങനെ രാമായണ കഥ മുഴുവനും ചുരുക്കി പറഞ്ഞു കൊടുക്കുകയാണ് സീതാദേവി ഹനുമാന്. അത് പരമേശ്വരനിൽ കൂടിയിട്ട് പാർവതീദേവി അറിയുന്നു. കേട്ടപ്പോൾ പാർവതീദേവി പറഞ്ഞു, അയ്യോ എനിക്കിത് ഇങ്ങനെയൊന്നും കേട്ടാൽ പോരാ, കേൾക്കും തോറും കൂടുതൽ കൂടുതൽ കേൾക്കണമെന്ന് തോന്നുന്നു നാഥ, രാമായണ കഥ വിസ്തരിച്ചിട്ട് എന്നെ അറിയിക്കണം. അപ്പോൾ അതിൽ ചില തത്വങ്ങൾ പറയാണ്. കിംക്ഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ലല്ലോ. പഠിക്കണ സമയത്ത് വിദ്യാർത്ഥികൾ ഓരോ സമയവും വിലപ്പെട്ടതാണെന്ന് വിചാരിച്ച് പഠിക്കണം. കുട്ടികൾ മാത്രമല്ല, ഈ വിദ്യ മനസ്സിലാക്കുക എന്നുള്ളതിന് സമയമില്ല. എപ്പോൾ വേണമെങ്കിലും പ്രപഞ്ചത്തിൽ നിന്ന് ഏത് പാഠവും ആർക്കും പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു സമയവും പാഴാക്കാതെ നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കിട്ടിയ ഓരോ സമയവും വിലപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് വിദ്യ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ റിസർച്ചൊക്കെ നടത്തുമ്പോൾ അവർക്കൊക്കെ അറിയാം, 24 മണിക്കൂറിൽ ഒരൊറ്റ സെക്കൻഡ് പാഴാക്കാതെ ഇരുന്ന് പഠിച്ചിട്ടും റെഫർ ചെയ്തിട്ടുമാണ് തീസീസ് ഉണ്ടാക്കുന്നതൊക്കെ. ഒരു സമയവും വിലപ്പെട്ടതാണ് വിദ്യ സമ്പാദിക്കാനുള്ള വിഷയത്തിൽ. അല്ലാത്തവർക്ക് ഇപ്പം പഠിച്ചാൽ തുടങ്ങിയ കഴിയില്ല, കുറച്ച് കഴിയട്ടെ, ഒരു മണിക്കൂർ ഒരുമിച്ച് കിട്ടുമ്പോൾ നോക്കാം, ഈ 5 മിനിറ്റ് കൊണ്ട് എന്താവാനാ എന്ന് വിചാരിച്ച് പല സമയങ്ങൾ പാഴാക്കുന്നവർക്ക് വിദ്യ ഉണ്ടാവില്ല. അതാണ് കിംക്ഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ല. കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാം. പൈസ ചിലവാക്കുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിച്ച് ചിലവാക്കിയില്ലെങ്കിൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ ദരിദ്രനാവും, അതിൻ്റെ മറ്റന്നാൾ കടക്കാരനും ആവും, ഇല്ലേ? എന്തായാലും ഇപ്പോൾ ഒരു 100 രൂപയെ കയ്യിലുള്ളൂ, 1000 റുപ്യ വേണം. ഈ 100 കൊണ്ട് ഇപ്പോൾ എന്താവാനാ? ഏതായാലും അടിച്ചു പൊളിക്കുക, ഒരു ചായ കുടിക്കുക, 1000 റുപ്യ കടം വാങ്ങാം എന്ന് വിചാരിക്കരുത്. ആ 100 രൂപയാണ് കയ്യിലുള്ളതെങ്കിൽ 900 റുപ്യ തന്നെ വാങ്ങാൻ പാടൂ. അപ്പം അങ്ങനെ ഓരോ പൈസയ്ക്കും വിലയുണ്ട് എന്ന് വിചാരിച്ച് ചിലവ് ചെയ്യാത്തവർക്ക് വരവറിയാതെ ചിലവ് ചെയ്താൽ പെരുവഴി ആധാരം. അതാണ് കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായവരെ ഓരോ പൈസയ്ക്കും വിലയുണ്ട് എന്ന് വിചാരിച്ച് ചിലവാക്കുന്നവർക്കേ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇവരാണ് കിമൃണന്മാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായവരാ. കടം വാങ്ങുക, ഈ ചില ആൾക്കാർക്കൊരു യോഗമാണ്, കടം ഇഷ്ടം പോലെ കിട്ടും. വീട്ടേണ്ട വിധി എങ്ങനെയാ ചോദിച്ചാൽ നിശ്ചയുണ്ടാവില്ല. ഇങ്ങനെ കടം വാങ്ങുന്നവർക്ക് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിക്ക് 5 ലക്ഷം ഇപ്പം അവിടെ അക്കൗണ്ടിൽ കയറ്റി തരാൻ ആളുണ്ട്, പക്ഷെ ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് ആലോചിക്കില്ല. ആ യോഗം ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത്, കടം കിട്ടാനുള്ള യോഗം ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത്. വരുമാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ കടത്തിനെ പേടിയില്ലാത്തവർക്ക് എന്തുണ്ടാവില്ല? സുഖം ഉണ്ടാവില്ല. എത്ര കിട്ടിയാലും അത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ നമുക്ക് ചിലവാക്കാൻ കിട്ടില്ല. അപ്പോൾ അവർ വല്ലാത്തൊരവസ്ഥയാണ് അതല്ലേ, കടക്കാരുടെ ശല്യം നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കിമൃണന്മാർക്ക് കടം വാങ്ങുക, ആവശ്യം വന്നാൽ കടം വാങ്ങുക തന്നെ, എന്താ അപ്പം അതിന് എന്ന് വിചാരിച്ച് യാതൊരു മാനദണ്ഡവും കൂടാതെ ബാങ്ക് ലോണായാലും ശരി, വേറെ കടങ്ങളായാലും ശരി എടുക്കുന്നവർക്ക് സുഖം ഉണ്ടാവില്ല, മനസ്സുഖം ഉണ്ടാവില്ല. കിൻദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. ഈശ്വരവിശ്വാസത്തിനോടും ഈശ്വര കാര്യങ്ങളോടും പുച്ഛ മനോഭാവം പുലർത്തുന്നവർക്ക് മരണശേഷമോ ഈ ജന്മമോ ഗതി ഉണ്ടാവില്ല. ഗതി മോക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും മരിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് അത്രയും മുക്തി. മരിച്ചാൽ കിട്ടുന്നത് വേറെ വിധം. അപ്പോൾ ഇവിടെ തന്നെ ആദ്യം മുക്തമാവണം, അവർക്കേ എത്രയും മരിച്ചാൽ മുക്തി കിട്ടുള്ളൂ. ഇത് പലർക്കും അറിയില്ല, മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ കിട്ടുന്ന അവസ്ഥ എന്നാണ്. അങ്ങനെയല്ല, ഇവിടെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന, ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിൻ്റെ അവസ്ഥയാണ് മുക്തി. അത് ആർക്കേ കിട്ടുള്ളൂ? ഈശ്വരവിശ്വാസികൾക്കും ഈശ്വര കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് പാർവതീദേവി പറയുകയാണ്, എനിക്കിവിടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതാണിപ്പോൾ ഇവിടെ വിഷയം. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എനിക്ക് ആ സമയം പാഴാക്കാണ്ട് എന്ത് പറഞ്ഞു തരണം? രാമകഥ പറഞ്ഞു തരണം. ഗുരുവിനെ അടിക്കണം എന്നാണ് പണ്ട് പറയുക. എന്താ അടിക്കുക എന്ന് പറഞ്ഞാൽ ചോദിച്ച് 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 ബുദ്ധിമുട്ടിക്കുക. ഗുരുനാഥനോട് എത്രത്തോളം ചോദിക്കണോ അത്രത്തോളേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. ആ ചോദിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഗുരുനാഥന് ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിക്കേണ്ട വിഷയമില്ല. അങ്ങനെ ചോദിക്കുന്ന ശിഷ്യനോട് ഗുരുനാഥന് ശരിക്കും സ്നേഹവും ബഹുമാനവും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, രാമതത്വത്തെ വിസ്തരിച്ചിട്ട് എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് രാമായണം വിസ്തരിക്കുന്നത്. അതാണ് കിങ്കണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ, കിങ്കണന്മാരായുള്ളോർക്ക് അർത്ഥവും ഉണ്ടായി വരാ, കിമൃണന്മാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാ, കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.